എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള തേർഡ് അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് 31 പ്രസിദ്ധീകരിക്കും. അപ്പോൾ അതിനുശേഷം ഈ ഒരു 1, 2, 3 അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 6 വരെ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് അഡ്മിഷൻ ടൈമിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ളതും അതുപോലെ തന്നെ എത്ര രൂപയാണ് അഡ്മിഷൻ ടൈമിൽ ഫീസ് ഇനത്തിൽ അടക്കേണ്ടതായിട്ട് വരിക എന്നുള്ളതും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു സംശയമാണ് ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരെ എടുക്കുന്ന വാക്സിനേഷൻ. അതായത് ഏകദേശം ഒന്നിലധികം ഡോസ് ഉള്ളത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഒരേ സമയം എടുക്കാനായിട്ട് പറ്റില്ല. കാരണം ഒരു നിശ്ചിത ടൈം പീരീഡിന് ശേഷം മാത്രമാണ് ആദ്യ വാക്സിനേഷൻ എടുത്ത ശേഷം പിന്നീട് സെക്കൻഡ് ഡോസ് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ ടൈമിൽ തന്നെ നിർബന്ധമാണോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ്. അഡ്മിഷൻ ടൈമിൽ തന്നെ പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമല്ല. നിങ്ങൾക്ക് അത് ജസ്റ്റ് നിങ്ങൾ കോളേജിൽ ചോദിച്ച് ശേഷം മാത്രം എടുത്താൽ മതി. കാരണം ചില ഹോസ്പിറ്റലുകളിൽ ഈ ഒരു വാക്സിനേഷൻ ഇല്ല എന്നാണ് വിദ്യാർത്ഥികൾ കമൻറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു വാക്സിനേഷൻ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു ഡോസ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡോക്ടർ, അതായത് ആ ഒരു വാക്സിനേഷൻ എടുത്ത ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾക്ക് ഡോക്ടറുടെ ലെറ്റർ ഹെഡിൽ നിങ്ങൾ ഫസ്റ്റ് ഡോസ് വാക്സിനേഷൻ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം രേഖപ്പെടുത്തിയിട്ട് അഡ്മിഷൻ ടൈമിൽ എടുത്താൽ മതി. അല്ലാതെ പ്രത്യേകിച്ച് ആ ഒരു സർട്ടിഫിക്കറ്റ്, അതായത് ഈ ഒരു ആദ്യത്തെ ഒരു ഡോസ് മാത്രമേ ഒരു വിദ്യാർത്ഥിക്ക് അതായത് ഒരു സമയത്ത് എടുക്കാൻ പറ്റൂ. പിന്നീട് ഒരു നിശ്ചിത ടൈം പീരീഡിന് ശേഷം, അതായത് നിശ്ചിത ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ സെക്കൻഡ് ഡോസൊക്കെ എടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ എടുക്കാവൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഒരു ഡോസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡോസ് എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഡോക്ടറുടെ ലെറ്റർ ഹെഡിൽ നിങ്ങൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡോക്ടറുടെ ലെറ്റർ ഹെഡിൽ നിങ്ങൾക്ക് അത് എഴുതിയിട്ട് തരുന്നതാണ്, ഒരു ഡോസ് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് നിങ്ങൾ ആ ഒരു അഡ്മിഷൻ ടൈമിൽ ഹാജരാക്കിയാൽ മതി. സാധാരണ അഡ്മിഷൻ ടൈമിൽ ഇത് ഒരു വാക്സിനേഷൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കാറില്ല. അത് ക്ലാസ് തുടങ്ങുന്ന ആ ഒരു സമയത്തേക്ക് മാത്രമാണ് അത് നൽകേണ്ടതായിട്ടുള്ളൂ. ചില കോളേജുകൾ ആ ഒരു കോളേജിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു വാക്സിനേഷനുള്ള സൗകര്യം ലഭ്യമാക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കോളേജുമായി ബന്ധപ്പെട്ട ശേഷം മാത്രം ഈ ഒരു വാക്സിനേഷൻ എടുത്താൽ മതിയാകും. നിലവിൽ എടുത്ത വിദ്യാർത്ഥികൾ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എത്ര രൂപ ഫീസ് വരും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. വിദ്യാർത്ഥികൾക്ക് സാധാരണ സെൽഫ് ഫിനാൻസിലാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ ഒരു 25,000 രൂപ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ഇനത്തിൽ അടച്ചിട്ടുണ്ടാകും. അതുപോലെ SC ST OEC വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ ഏകദേശം 1000 രൂപ അടച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ SC ST OEC വിദ്യാർത്ഥികൾ ആണെങ്കിൽ 1000 രൂപയും അതുപോലെ തന്നെ ബാക്കിയുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നഴ്സിംഗ് ആണെങ്കിൽ ഏകദേശം 23,170 രൂപയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു MLT ആണെങ്കിൽ 20,860 രൂപയും നിങ്ങൾ അടച്ചിട്ടുണ്ടാകും. മറ്റു കോഴ്സുകൾ അനുസരിച്ച് ഈ ഒരു ഫീസിൽ ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഗവൺമെൻറ്റിലാണ് കിട്ടിയതെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ അടച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇനി അഡ്മിഷൻ ടൈമിൽ എന്തൊക്കെ ഫീസാണ് സാധാരണഗതിയിൽ വരിക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അഡ്മിഷൻ ടൈമിൽ വിദ്യാർത്ഥികൾക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും, അതായത് സെൽഫ് ഫിനാൻസ് ആയാലും ഗവൺമെൻറ് ആയാലും നിങ്ങൾക്ക് കോമൺ ആയിട്ട് വരുന്ന ഫീസ് എന്ന് പറയുന്നത് PTA ഫണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ യൂണിഫോം, ബുക്ക്, അതുപോലെ തന്നെ നിങ്ങളുടെ ഹോസ്റ്റൽ ഫീസ്, അതുപോലെ മെസ് ഫീസ്, ഇതുപോലുള്ള ഫീസുകളാണ് വരിക. അഡ്മിഷൻ ടൈമിൽ ഈ ഒരു മുഴുവൻ ഫീസുകളും അടക്കേണ്ടതായിട്ട് വരാറില്ല. കാരണം ഇപ്പോൾ നിങ്ങൾ സ്ഥിരപ്രവേശനമാണ് എടുക്കുന്നത്. അതായത് ചില വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് ടെമ്പററി അഡ്മിഷൻ ഉണ്ടോ പെർമനൻറ്റ് അഡ്മിഷൻ ഉണ്ടോ എന്നുള്ളത്. ആകെയുള്ളത് പെർമനൻറ്റ് അഡ്മിഷനാണ്. നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ എടുത്ത ശേഷം പിന്നീട് മറ്റൊരു കോളേജിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നും NOC സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ ടൈമിൽ തന്നെ കിട്ടുമെന്ന് ചോദിക്കണം. കാരണം ഗവൺമെൻറ് കോളേജിൽ NOC സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. സെൽഫ് ഫിനാൻസിൽ കിട്ടുകയാണെങ്കിൽ മാത്രമാണ് ഈ ഒരു NOC സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുള്ളൂ. അതായത് LBS വഴി സെൽഫ് ഫിനാൻസിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് NOC സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ അത് അഡ്മിഷൻ ടൈമിൽ തന്നെ കോളേജിൽ നിന്ന് കിട്ടുമെന്ന് ചോദിക്കുകയും അതിനുശേഷം നിങ്ങൾക്ക് പിന്നീട് വരുന്ന സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. ആദ്യം നടക്കുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് SC ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിനുശേഷമാണ് ബാക്കിയുള്ള ജനറൽ കാറ്റഗറിയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തപ്പെടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് കോളേജിൽ നിന്നും ആ ഒരു NOC സർട്ടിഫിക്കറ്റ് കിട്ടുമോ എന്ന് ചോദിക്കേണ്ടതാണ്. നിങ്ങൾക്കത് പിന്നീട് ആവശ്യമെങ്കിൽ അത് കോളേജിൽ നിന്ന് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോളേജിലെ പ്രിൻസിപ്പാളിന് ഒരു ഇമെയിൽ മുഖാന്തരം നിങ്ങൾക്ക് ആ ഒരു റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമെയിലേക്ക് നിങ്ങളുടെ NOC സർട്ടിഫിക്കറ്റ് അയച്ചു തരുന്നതായിരിക്കും. NOC കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നൽകുന്ന പൈസയും ഡോക്യുമെൻറ്റും നിങ്ങൾക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ തിരിച്ചു തരുമെന്ന് കോളേജ് നൽകുന്ന ഉറപ്പാണ് NOC സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ ടൈമിൽ കോമൺ ആയിട്ട് ഇത്രയും ഫീസാണ് വരിക. ചില കോളേജ് ഈ ഹോസ്റ്റൽ ഫീസ് അഡ്മിഷൻ ടൈമിൽ തന്നെ അടക്കാനായിട്ട് പറയാറുണ്ട്. ചില കോളേജുകൾ പിന്നീട് നൽകാനാണ് പറയാറുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ചില കോളേജിൽ ഹോസ്റ്റൽ സൗകര്യം ലഭ്യമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പെയിൻ ഗസ്റ്റ് ആയിട്ട് കോളേജിന് പുറത്തുള്ള സൗകര്യം ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു മാസം ഏകദേശം ഒരു 2,500 തൊട്ട് 5,000 രൂപ വരെയൊക്കെ നിങ്ങൾക്ക് ഭക്ഷണം ഉൾപ്പെടെ പൈസ വരും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അതായത് ആ ഒരു രീതിയിലാണ് ഹോസ്റ്റലിൻ്റെ പൈസ വരുന്നത്. അതായത് ഈ ഒരു കോളേജിന് പുറത്ത് പെയിൻ ഗസ്റ്റ് ആയിട്ട് താമസിക്കേണ്ടി വരും. അപ്പോൾ ചില സ്ഥലത്ത് നിങ്ങൾക്ക് ഫുഡ് ഈ ഒരു അക്കോമഡേഷൻ്റെ കൂടെ ഉണ്ടാവും. ചില സ്ഥലത്ത് നിങ്ങൾ
ഫുഡ്, അതായത് ഫുഡിനായിട്ട് മെസ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു ഫീസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ മാക്സിമം ഒരു മാസം ഏകദേശം 5000-ഓളം രൂപയാണ് ഈ ഒരു മെസ്സും ഹോസ്റ്റൽ ഫീസ് ഇനത്തിലും ടോട്ടലായിട്ട് വരാനുള്ള സാധ്യതയുള്ളത്. അത് കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ അന്വേഷിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് അഡ്മിഷൻ ടൈമിൽ ബാക്കി എത്ര ഫീസ് വരും എന്നുള്ളതാണ്. നിങ്ങൾക്കിപ്പോൾ സെൽഫ് ഫിനാൻസ് കോളേജിലാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഓൾറെഡി 25,000 രൂപ അടച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ബാക്കി എത്ര രൂപ വരും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ കോളേജ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. കോളേജ് ലിസ്റ്റിൽ നിങ്ങൾക്ക് ഓരോ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ കോളേജിൻ്റെ ഡീറ്റെയിൽസും ആ ഒരു കോഴ്സിൽ എത്ര രൂപയാണ് ഫീസ് വരുന്നത് എന്നുള്ള ഡീറ്റെയിൽസും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു കോഴ്സിൻ്റെ ഒരു ഉദാഹരണം പറയാം. അതിനുശേഷം നിങ്ങൾക്ക് ബാക്കിയുള്ള കോഴ്സ് നിങ്ങൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് എത്ര രൂപ ഫീസ് വരും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്, ഇത് BSc നഴ്സിംഗ് കോഴ്സാണ്. സെൽഫ് ഫിനാൻസ് കോളേജിലെ സീറ്റാണ്. ട്യൂഷൻ ഫീ പേയ്മെൻറ്റ് 73,025 രൂപയും അതുപോലെ സ്പെഷ്യൽ ഫീസ് 23,300 രൂപയുമാണ് ഫീസ് വരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഏകദേശം 25,000 രൂപ അടച്ചു കഴിഞ്ഞു. അപ്പോൾ 25,000 രൂപ അടച്ചത് കൊണ്ട് തന്നെ ഇതിൽ ബാക്കി ട്യൂഷൻ ഫീസ് ഇനത്തിൽ ബാക്കി വരുന്നത് ഏകദേശം 71,000 രൂപയാണ്. അപ്പോൾ അതിനോടൊപ്പം 10,000 രൂപ കോഷൻ ഡെപ്പോസിറ്റ് കൂടി നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരും. അത് നിങ്ങൾ 4 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തിരികെ റീഫണ്ടായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ടോട്ടൽ 81,000-ഓളം രൂപയും അതിനോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ PTA ഫണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹോസ്റ്റൽ ആ ഒരു സമയത്ത് അഡ്മിഷൻ ടൈമിൽ തന്നെ ഹോസ്റ്റൽ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പൈസ, അതുപോലെ തന്നെ നിങ്ങളുടെ യൂണിഫോമും അതുപോലെ തന്നെ ബുക്ക് ഇതുപോലുള്ളവ അഡ്മിഷൻ ക്ലാസ് ആരംഭിക്കുന്ന സമയത്തേക്ക് വാങ്ങിച്ചാൽ മതിയാകും. അപ്പോൾ അതുകൊണ്ട് ടോട്ടൽ ഏകദേശം ഒരു 85,000 അതുപോലെ 90,000 ആ ഒരു റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ ടൈമിൽ നിങ്ങൾ എടുക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ അത് കൃത്യമായിട്ട് കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് പോകുന്നതിന് കുറച്ച് ദിവസം മുമ്പ്, അതായത് ഈ ഒരു 31-ാം തീയതി അലോട്ട്മെൻറ്റ് വരും. അപ്പോൾ ഏകദേശം സെപ്റ്റംബർ 1-നുള്ളിൽ നിങ്ങൾ ജസ്റ്റ് കോളേജിൽ വിളിച്ച് എത്ര രൂപയാണ് അഡ്മിഷൻ ടൈമിൽ അടക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്ക് NRI കോട്ടയിലാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഫീസ് വരുന്നത്, അതായത് ഈ ഒരു കോളേജിൽ അടക്കേണ്ട ഫീസ് ഇനത്തിൽ വരുന്നത് ഏകദേശം 1,00,000-ഓളം രൂപ ഫീസ് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ട്യൂഷൻ ഫീസ് 95,000 രൂപയാണ് വരുന്നത്. അപ്പോൾ അതിൽ ഏകദേശം നിങ്ങൾ 25,000 രൂപ അടച്ചതുകൊണ്ട് തന്നെ ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു 92,000 രൂപയും അതിനോടൊപ്പം 10,000 രൂപ കോഷൻ ഡെപ്പോസിറ്റും അങ്ങനെ ടോട്ടൽ നോക്കുന്ന സമയത്ത് 1,10,10,000-ത്തിനടുത്ത് രൂപ നിങ്ങൾക്ക് NRI സീറ്റിലാണ് കിട്ടിയതെങ്കിൽ വരും. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് കോളേജിൽ ചോദിച്ച് മനസ്സിലാക്കുക എത്ര രൂപയാണ് അഡ്മിഷൻ ടൈമിൽ അടക്കേണ്ടത്. അതായത് അഡ്മിഷൻ ടൈമിൽ മൊത്തമായിട്ട് അതായത് ഈ ഒരു ട്യൂഷൻ ഫീ പേയ്മെൻറ്റ് സ്പെഷ്യൽ ഫീസ് ടോട്ടൽ കൂട്ടിയിട്ടുള്ളതിൻ്റെ ആ ഒരു നിങ്ങൾ ഓൾറെഡി അടച്ച ആ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് കുറച്ചുള്ള ബാക്കി പൈസ നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ അടക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്ന് നമുക്ക് അടുത്ത മറ്റൊരു കോഴ്സ് നോക്കാം. അതായത് ഇപ്പോൾ നഴ്സിംഗ് ആണ് നോക്കിയത്, ഇന്ന് നമുക്ക് MLTയുടേത് നോക്കാം. അപ്പോൾ MLT ആണെങ്കിൽ 80,850 രൂപയാണ് സെൽഫ് ഫിനാൻസിൽ ട്യൂഷൻ ഫീ വരുന്നത്. സ്പെഷ്യൽ ഫീസ് 14,500 രൂപയാണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ നോക്കുന്ന സമയത്ത് ഏകദേശം അതായത് 96,000-ഓളം രൂപയാണ് ഫീസ് ഇനത്തിൽ വരുന്നത്. അപ്പോൾ ആ ഒരു 96,000-ൽ ഏകദേശം നിങ്ങൾ 25,000 രൂപ അടച്ചിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു പൈസ കുറച്ചുള്ള ബാക്കി പൈസയും അതിനോടൊപ്പം കോഷൻ ഡെപ്പോസിറ്റ് കൂടി ഉണ്ടാകും, അതുപോലെ തന്നെ PTA ഫണ്ട്, അതുപോലെ തന്നെ മറ്റ് ഫീസുകൾ. അപ്പോൾ ആ ഒരു ഫീസുകളൊക്കെ കൂടി നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ വിളിച്ച് ചോദിച്ച് അഡ്മിഷൻ ടൈമിൽ എത്ര രൂപ അടക്കണമെന്നുള്ളത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഇനി അഡ്മിഷൻ ടൈമിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ളത് നോക്കാം. അതിനായിട്ട് വിദ്യാർത്ഥികൾ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ പ്രോസ്പെക്ടസിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ളത് പോസ്റ്റ് അലോട്ട്മെൻറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ പ്രോസ്പെക്ടസിൽ പോസ്റ്റ് അലോട്ട്മെൻറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ പോസ്റ്റ് അലോട്ട്മെൻറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രോസ്പെക്ടസിൽ 35-ാമത്തെ പേജിൽ അഡ്മിഷൻ ടൈമിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട്, പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ച ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടും. അപ്പോൾ അത് നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിലാണ് ഉണ്ടാവുക, അത് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ അതിനുശേഷം അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങളുടെ കയ്യിൽ ഒന്ന് സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. അടുത്ത നിങ്ങൾ ഓൺലൈനായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചപ്പോൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റാണ്. അടുത്ത നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് SSLC സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് നിങ്ങളുടെ TC, അടുത്തത് സ്വഭാവ സർട്ടിഫിക്കറ്റ്. TC എന്ന് പറയുന്നത് നിങ്ങൾ അവസാനമായിട്ട് ഇപ്പോൾ ഡിഗ്രി പഠിച്ച വിദ്യാർത്ഥികളാണ് അല്ലെങ്കിൽ +2 പഠിച്ചതാണെങ്കിൽ നിങ്ങൾ ഏറ്റവും അവസാനം എവിടെ ആണ് പഠിച്ചത് അവിടെ നിന്നും തന്നിട്ടുള്ള TC ആണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ഡിഗ്രിയാണ് പഠിച്ചതെങ്കിൽ ആ ഒരു ഡിഗ്രി അതായത് TC ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് സ്വഭാവ സർട്ടിഫിക്കറ്റ് ആണ്. സ്വഭാവ സർട്ടിഫിക്കറ്റ് 6 മാസം കാലാവധി കഴിയാത്തതാണ്, അതായത് 6 മാസത്തെ വാലിഡിറ്റി ആണ് സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതായത് കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റിനുള്ളത്. അപ്പോൾ ആ ഒരു കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ് 6 മാസം കാലാവധി കഴിഞ്ഞതാണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഹയർ സെക്കൻഡറി സ്കൂളിലോ മറ്റോ പോയി കഴിഞ്ഞാൽ, അത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പുതിയ സ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ അടുത്തതായിട്ട് നിങ്ങളുടെ +2-ൻ്റെ സർട്ടിഫിക്കറ്റ് ആണ്. അടുത്തത് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർക്കാണ്, അതായത് നിങ്ങൾ CBSE, ICSE, ISC, അതുപോലെ ഡിഗ്രി, അതുപോലെ തന്നെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി പഠിച്ച വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഇവയിൽ ഏതെങ്കിലും പഠിച്ചവർ ആണെങ്കിൽ ഈ ഒരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. നിങ്ങൾ ഉദാഹരണത്തിന് തമിഴ്നാടോ അല്ലെങ്കിൽ കർണാടകത്തിലോ ഒക്കെയാണ് +2 പഠിച്ചത്, അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിലാണ് മറ്റ് ബോർഡുകളിലാണ് പഠിച്ചതെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് തരുന്നതാണ്. അപ്പോൾ
ആ ഒരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിന് ഏകദേശം ഒരു 100 രൂപ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അത് എല്ലാവർക്കും ആവശ്യമുള്ളതല്ല, മറ്റ് ബോർഡുകളിൽ പഠിച്ചവർക്ക് മാത്രമേ ആവശ്യമുള്ളൂ. അടുത്തതായിട്ട് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അത് കേരളത്തിൽ +2 പഠിച്ചവർക്ക് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങളുടെ ആ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, അതായത് അസിസ്റ്റൻറ്റ് സർജനൽ അറിയാത്ത, അതായത് MBBS ഡോക്ടറുടെ അടുത്ത് നിന്ന് ലഭിക്കുന്ന ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ്. അതിൽ നിങ്ങളുടെ ഹൈറ്റ്, വെയിറ്റ്, ചെസ്റ്റ്, വിഷൻ എന്നിവ രേഖപ്പെടുത്തിയിരിക്കും. ഈ ഒരു ഫോം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അടുത്തത് ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരെ എടുക്കുന്ന വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അത് അഡ്മിഷൻ ടൈമിൽ നിർബന്ധമല്ല. ചില കോളേജ് ഈ ഒരു വാക്സിനേഷൻ എടുക്കാനുള്ള സൗകര്യം നൽകാറുണ്ട്. അടുത്തത് ഇൻകം സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങൾക്ക് ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകേണ്ടതാണ്. ഇനി അടുത്തതായിട്ടുള്ളത് ഇവിടെ അനക്സ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ക്ലാസ് 14.2 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചാൽ ആൻറ്റി റാഗിംഗ് സർട്ടിഫിക്കറ്റ് ആണ്. അതിൻ്റെ ആ ഒരു ഫോമാറ്റും ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്, അതായത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ടുള്ളത് ഇനി അതർ ഡോക്യുമെൻറ്റ്സ് റിക്വയർഡ്, അതായത് നിങ്ങളോട് ഏതെങ്കിലും ഡോക്യുമെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്, അതായത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജിൽ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല റിസർവേഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ്റെ ഡോക്യുമെൻറ്റ്സും, അതുപോലെ തന്നെ കാസ്റ്റ് അല്ലെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റും, അതുപോലെ തന്നെ NRI റിസർവേഷനുള്ള വിദ്യാർത്ഥികൾ ആ ഒരു NRI റിസർവേഷൻ ആവശ്യമായിട്ടുള്ള NRI കോട്ടയിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ ആ ഒരു NRIയുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റ്, അതായത് അഫിഡവിറ്റ്, അതുപോലെ തന്നെ വിസ, ഇവിടെ അറ്റസ്റ്റ് ചെയ്ത കോപ്പി, ഈ ഒരു രീതിയിൽ കുറച്ച് ഡോക്യുമെൻറ്റ്സ് വേണം. അപ്പോൾ ആ ഒരു ഡോക്യുമെൻറ്റ്സ് കൂടി കൊണ്ടുപോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. NRI കോട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ NRI കോട്ടയിലേക്ക് അപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഡോക്യുമെൻറ്റ്സ് അഡ്മിഷൻ ടൈമിൽ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിനോടൊപ്പം നിങ്ങൾക്ക് ബാലൻസ് ഫീസ്, അതായത് സെൽഫ് ഫിനാൻസ് കോളേജിലാണ് കിട്ടിയതെങ്കിൽ അതായത് ബാക്കി ഫീസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു പൈസ കൂടി കൊണ്ടുപോകണം. ഗവൺമെൻറ് കോളേജിലാണ് കിട്ടിയതെങ്കിൽ പ്രത്യേകിച്ച് വേറൊരു ഫീസൊന്നുമില്ല. നിങ്ങൾക്ക് PTA ഫണ്ട് പോലുള്ള ഫീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഉണ്ടായിരിക്കുള്ളൂ. അതുപോലെ തന്നെ ഹോസ്റ്റൽ, അതുപോലെ തന്നെ ബുക്ക്, യൂണിഫോം, ഇതുപോലുള്ള എക്സ്ട്രാ ഫീസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. വേറെ ഫീസ്, അതായത് ട്യൂഷൻ ഫീസോ സ്പെഷ്യൽ ഫീസോ മറ്റോ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.